കേശു കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയാണ്? സുഖമായിട്ട് പോകുന്നു. ഹണിമൂണൊക്കെ കുഴപ്പമൊന്നുമില്ല. പിള്ളേരൊക്കെ സുഖമായിട്ടിരിക്കുന്നു. പിള്ളേരുമായി ഉമ്മ നോക്കണേ. ഞാൻ അറിയാണ്ട് ഈ വീട്ടിലാ. മനുഷ്യ അവന് 17 വയസ്സ്. ഈ മെയ് മാസം 8-ാം തീയതി തികയത്തുള്ളൂ. 17 കെട്ടിയോ? ഇന്നലത്തെ കമന്റ്സില് കേശുവിന്റെ തലയെ വരച്ച വരെ എന്റെ എവിടെയെങ്കിലും വരച്ചാൽ മതി. ഞാൻ പിന്നെ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവരെ നോക്കും, അവരുടെ അക്കൗണ്ട് കയറി നോക്കും. അപ്പോൾ നമുക്ക് അയാൾ എങ്ങനെയുള്ള മെന്റൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരാളാണെന്ന് എനിക്ക് വ്യക്തമാണ്. ഞാൻ പേര് പറയാം, മഹേഷ് ശ്രീധർ. ഞാൻ പുള്ളിയെ നോക്കി ഞാൻ നോക്കി നടക്കുക. ഒന്നുകിൽ അതൊരു ഫേക്ക് അക്കൗണ്ട് ആയിരുന്നു. പുള്ളി അൽസാബിത്തിനെ മാത്രമേ ടാർഗറ്റ് ചെയ്യൂ. LKG UKG മാത്രമേ ഉള്ളൂ എൻ്റെ കുഞ്ഞ്. ഞങ്ങൾ പഠിപ്പിച്ചു. 1-ാം ക്ലാസ് മുതൽ എൻ്റെ കുഞ്ഞ് അവൻ്റെ ഫീസിലാണ് പഠിക്കും, അവൻ്റെ കാശിലാണ് പഠിക്കും. അപ്പോൾ ഒരാൾ അവനെ കുറ്റം പറയുമ്പോൾ എനിക്ക് ശരിക്കും തോന്നും. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. ഇനി നമുക്ക് കുറച്ച് വേറെ അല്ലാതെ ഉമ്മയോടെ വിളിച്ചിരുത്തി കുറച്ച് കഥകൾ നമുക്ക് പറയാനുണ്ട്. ഓക്കെ, അപ്പൊ ഉമ്മയോടെ ഉമ്മ വരൂടെ? ഇവിടെയൊക്കെ തന്നെ ഉമ്മ റെഡി ആയിരുന്നു ഇവിടെ. ഇപ്പത്തെ കേശു ഉണ്ട്. ഇപ്പൊ ഈ ഒരു ചെറിയൊരു ഫാമിലി നല്ല സന്തോഷമായിട്ട് പോകുന്നു. ഇപ്പൊ ഐശുവും കൂടി ഉണ്ട് ഇവിടെ. ഇപ്പൊ പലരും വിചാരിക്കും ഐശു ഇതാണ് കേശു കെട്ടിയ പെണ്ണെന്ന്. ഇപ്പൊ പലരും വിചാരിക്കും ഇവിടെ. ഐശു എന്ന് പറയുന്നത് ഒരു പൂച്ചയാണ്. അപ്പൊ എന്തായാലും കേശു കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് എങ്ങനെയാണ് വിശേഷം? സുഖമായിട്ട് പോകുന്നു. ഹണിമൂണൊക്കെ കുഴപ്പമൊന്നുമില്ല. പിള്ളേരൊക്കെ സുഖമായിട്ടിരിക്കുന്നു. പിള്ളേരുമായി ഉമ്മ നോക്കണേ. ഞാൻ അറിയാണ്ട് ഈ വീട്ടിലാ. എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? ഞാൻ യൂട്യൂബ് നോക്കിയപ്പോ കേശുവിന്റെ കല്യാണം, ഉപ്പുമ്പോളും കേശുവിന്റെ കല്യാണം കഴിഞ്ഞു. ഇത്രയും ചെറിയ പ്രായത്തിലോ വീട്ടുകാർ കലിപ്പി. ഞാൻ എല്ലാരും ഉമ്മ കാണുന്നില്ല ഇത്. പിന്നെ തീർച്ചയായിട്ടും കാണുന്നുണ്ടോന്നോ? കാണുന്നു എന്നുള്ളതല്ല, ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും വിളിച്ചായിരുന്നോ? ആരെങ്കിലോ എന്താ എന്നോട് യൂട്യൂബിലൊരു വോയിസ് തന്നാ മതി ഒന്ന് ഇടാൻ വേണ്ടി എന്ന് ചോദിച്ചിട്ടിരിപ്പുണ്ട്. ഇതൊക്കെ ഒപ്പിച്ചു വെച്ചിട്ട് ഇനി ബിരിയാണി കൊടുത്താലെന്ന് പറഞ്ഞ് വിളിയും തുടങ്ങി. സെയിം ഡയലോഗ് കേട്ടോ എന്നോട് പറഞ്ഞ ആള്. ആ പുള്ളി പറഞ്ഞു ഇല്ല, എന്തായാലും അവൻ്റെ മാരേജ് ആണെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ കാർഡെങ്കിലും എനിക്ക് അയക്കും. അത് അത്രയും ഞങ്ങൾ തമ്മിൽ കണക്ഷൻ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത ആൾക്കാരാണ്. അപ്പോൾ എന്നിട്ട് എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഒരു യൂട്യൂബിൽ ലിങ്ക് എടുത്ത് അയച്ചു കൊടുത്തു, നമ്മുടെ മീഡിയയുടെ ലിങ്ക് എടുത്ത് അയച്ചു കൊടുത്തു. അപ്പോൾ ഇവർക്ക് വീണ്ടും സംശയം, പുള്ളിക്ക് വീണ്ടും സംശയം. എന്നോട് പറഞ്ഞു ചിലപ്പോൾ ബിരിയാണി കൊടുത്താലോ. എന്നാലും ആളുടെ പേര് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത് കാണുമ്പോൾ പുള്ളിക്ക് മനസ്സിലാവും. അപ്പോൾ പറഞ്ഞ് പുള്ളിക്കും ചാനലുള്ളതാണ്. എനിക്കൊരു ഓഡിയോ തന്നാൽ മതി, വീഡിയോ ഒന്നും വേണ്ട. എനിക്ക് കല്യാണം കഴിഞ്ഞു അല്ലെ, ആ ഒരു വിശ്വാസ വീഡിയോ. കല്യാണം കഴിഞ്ഞു, ഞാനും ഭാര്യ സുഖമായിട്ടിരിക്കുന്നു, അതാണ് കൊടുക്കായിരുന്നില്ലേ? ഒരു ഓഡിയോയെങ്കിലും താണത് ഫോട്ടോ പോട്ടെ. അതായത് നമ്മുടെ പ്രോഗ്രാം ഉപ്പുമുളകിലെ കുഞ്ഞി പാറു സ്വപ്നം കാണുന്നതാണ്. വാലന്റൈൻസ് ഡേക്ക് രണ്ടുപേരും കൊണ്ട് ഗിഫ്റ്റ് കൊടുക്കും, ഗേൾ ഫ്രണ്ട്സ് ഗിഫ്റ്റ് കൊടുക്കും. ഈ ഗിഫ്റ്റ് കണ്ടിട്ട് അവള് പോയി കിടന്ന് ഉറങ്ങുന്നതാ. അപ്പൊ അവളുടെ മനസ്സിലുണ്ടാകുന്ന സ്വപ്നമാണ്. ഞങ്ങളുടെ സുരേഷ് ബാബു, നമ്മുടെ കണ്ണമ്മാമ ഫോൺ വിളിച്ച് നിന്റെ കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ് ഞാൻ കള്ള മാമ നിങ്ങൾ എഴുതി വെച്ചത് കാരണം മലപ്പുറത്തുനിന്ന് ഒരു പാർട്ടി വിളിച്ച്, അവര് ഹസ്ബൻഡും വൈഫും. അപ്പോൾ നമ്മുടെ നേരത്തെ ഒരു വണ്ടിയൊക്കെ ഉണ്ട്, ബിസിനസ്സൊക്കെ ഉണ്ട്, ഇപ്പം ഇല്ല. അപ്പോൾ അതിലൊരു ഡീലുള്ള ഒരാളാണ്. പുള്ളി എന്നെ വിളിച്ചിട്ട് എന്നാലും നിങ്ങളൊരു വാക്ക് പറഞ്ഞില്ലല്ലോ മോൻ്റെ വിവാഹം കഴിഞ്ഞിട്ട്. സീരിയസ്ലി ഞാൻ ആദ്യം വിചാരിച്ച് തമാശയായിരിക്കുന്നു. അപ്പം ഞാൻ തമാശയ്ക്ക് തിരിച്ചു പറഞ്ഞു ഞാനും അറിഞ്ഞില്ല, എന്നെ വിളിച്ചിരിക്കാന്ന് പറഞ്ഞു. അയ്യോ ഇത്രയും അറിയിക്കാതാണോ അവൻ കിട്ടിയത്? അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് സീരിയസ് ആണ്. ആ സമയത്ത് റേഞ്ച് കട്ടായി ഫോൺ കട്ടായി പോയിരുന്നു. അപ്പൊ പറയോടെ അറിഞ്ഞ അവൻ അമ്മയോട് പോലും പറയണ്ടാണ് അവൻ കിട്ടിയത്. പുതിയ കഥ. പിന്നെ അതാണെങ്കിൽ ഈ ഭയങ്കര തമ്മില് ഭയങ്കര സംഭവം കേട്ടോ. ഞാൻ ഇതിങ്ങനെയാവുന്ന ആരും പ്രതീക്ഷിച്ചില്ലേ? ഇല്ല, ഞാനൊരിക്കലും ഇങ്ങനൊരു സംഭവം തമ്മിൽ ഇടുമെന്നൊന്നും കരുതിയില്ല. വാലന്റൈൻസ് ഡേ ഒരു എല്ലാ നിങ്ങളുടെ യൂത്തേഴ്സിന്റെ ഒരു എന്താ പറയണ്ടേ, യൂത്തന്മാരുടെ ആയിക്കോട്ടെ, എല്ലാവർക്കും ഉണ്ടായിക്കോട്ടെ. നമുക്ക് അയ്യോ ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങളുടെ യൂത്തന്മാർ അങ്ങനെയൊക്കെ. അപ്പോൾ വൈഫ് പറഞ്ഞ്
നിങ്ങളെ വിളിച്ചില്ലേ, പക്ഷേ അത് മോശമായിപ്പോയല്ലോ, ഇത്ര അടുത്തിരുന്നിട്ട് വിളിച്ചില്ലല്ലോ, നിങ്ങൾ കഴിഞ്ഞ ആഴ്ചയും കൂടി സംസാരിച്ചല്ലേ, ഒരു വാക്കും പറഞ്ഞില്ലല്ലോ. എന്നാലും അവനൊരു വാക്ക് പറഞ്ഞിരുന്നു കെട്ടണതിന് മുമ്പല്ലേ. 10-ാം തീയതി ഞങ്ങൾ തമ്മിൽ സംസാരിച്ച് 14-ാം തീയതി എപ്പിസോഡ് വരുന്നു. എന്റെ ആ എപ്പിസോഡ് എങ്ങനെ വന്നില്ലായിരുന്നെങ്കിലും ഇനി ഉറപ്പിച്ചേനെ, കെട്ട് കഴിഞ്ഞെന്ന് ഫിക്സ് ഉറപ്പിച്ച്. കേശു വരുന്നു മനുഷ്യനെ കൊതിപ്പിക്കാനായിട്ട് ഓരോരോ പരിപാടികളും പോലെ കാണിച്ചു നോക്കും. ഞാൻ പറഞ്ഞു ഇങ്ങനെ മനുഷ്യ, അവന് 17 വയസ്സ് ഈ മെയ് മാസം 8-ാം തീയതി തികയത്തുള്ളൂ. 17 അവൻ കെട്ടിയോ? അത് കഴിഞ്ഞാൽ ലൈസൻസ് എടുപ്പിക്കട്ടെ, എന്നിട്ടാവട്ടെ ജീവിതത്തിലെ ലൈസൻസ്. എന്തായാലും എല്ലാം സമയത്ത് നടക്കും കേശു, കുഴപ്പമില്ല. നമ്മളൊക്കെ ഇല്ലേ കൂടെ. അല്ല ഒരു ഉപദേശം ഇരിക്കട്ടെ, ചുമ്മാ ഒരു ഉപദേശം തന്നാ. കമന്റ്സ് ഫുള്ള് ഇത് തന്നെയല്ലേ, ഒരുപാട് പേരട്ടോ, ഒരുപാട് പേര് വിചാരിച്ചേക്കുന്ന കല്യാണം കഴിഞ്ഞു. ഇന്നലത്തെ കമന്റ്സില് കേശുവിന്റെ തലയെ വരച്ച വരെ എന്റെ എവിടെയെങ്കിലും ഒന്ന് വരച്ചാ മതി. ഇത്ര ചെറുപ്പത്തില് തന്നെ കല്യാണം കഴിഞ്ഞ് വീടും കാറൊക്കെ സെറ്റിലായത്, അടിപൊളി. കല്യാണം കഴിഞ്ഞു, വീടായി, എല്ലാം. ഇനി അടുത്ത എപ്പിസോഡിൽ ഇനി കുട്ടിയായിട്ട് വല്ല അങ്ങനെ വല്ല സ്വപ്നമുണ്ടോ? കല്യാണം കഴിഞ്ഞ് പറഞ്ഞിട്ടുണ്ട്, പാറുനി മേലാൽ ഇനി സ്വപ്നം കാണരുത്. എന്തായാലും ആ എഴുതിയ മഹാനോട് അടിപൊളി സംഭവം എന്തായാലും വർക്കായിട്ടുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യണെങ്കിലും സൂക്ഷിക്കണമല്ലേ. എന്റെ പൊന്നെ കല്യാണത്തിന് വന്നിട്ട് കേശു ജസ്റ്റ് കല്യാണത്തിന് കേശു വന്ന് വണ്ടി അറിഞ്ഞിട്ട് അളിയ എവിടെയാണ് ആ സ്ഥലം എന്തോ ചോദിച്ചില്ലേ, അവിടെ എന്ന് പറഞ്ഞത് അതിന്റെ അടിയിൽ ചെക്കൻ തുടങ്ങി, ഷോ തുടങ്ങി, തദ്വൈമായി എന്നൊക്കെ പറഞ്ഞു. അവിടെ ചെന്നാ അറിയാം, ഒരു ഗേറ്റ് എവിടെ, ഒരു ഗേറ്റ് എവിടെ, ഒരു ഗേറ്റ് എവിടെ, വലിയ കൺവെൻഷൻ ഹാൾ, ഇതിൽ കൂടെ കയറിയാലാണ് മണ്ഡപത്തിൽ എത്തുന്നതെന്ന് ഞാൻ അറിയണ്ടേ. അതൊന്നും ചോദിച്ചതാണ്. മാത്രമല്ല ഇവരിങ്ങനെ ക്രോസ് ചെയ്ത് ഫ്രണ്ടിൽ ബാരിക്കേഡ് വെച്ച പോലെ യൂട്യൂബേഴ്സ് മീഡിയ നിൽക്കുക. ഞാൻ എങ്ങോട്ട് നടക്കുന്നു അവരങ്ങോട്ടാണ് നടക്കുന്നത്. ഞാൻ അപ്പൊ ഇത് ആലോചിച്ചു, ദൈവം ഇപ്പൊ ഇവര് പോണത് കറക്റ്റ് റൂട്ട് അല്ലെങ്കിൽ ഞാൻ ദൈവമല്ലോ, നേരെ അവിടെ ജ്യൂസ് അടിക്കുന്നുണ്ട്, ശരി എന്നാ അങ്ങോട്ട് പോകും. അവിടെ പോയി വെള്ളം കുടിച്ച് ഞാൻ വിചാരിച്ചാൽ മുടിയൻ ചേട്ടൻ്റെ മുടിയെങ്കിലും കാണുമെന്ന്, ആ കുട്ടിച്ചാത്ത വേറെ അവിടെ പോയിരിക്കുന്നു. ഞാൻ ശരി ഇനിയിപ്പൊ എന്തൊരു ചെയ്യേ ചേട്ടാ എവിടെ കറക്റ്റ് അവിടെ അല്ലേ. പിന്നെ കാല് മുറിഞ്ഞായിരുന്നു എപ്പിസോഡില്, വിരല് മുറിഞ്ഞായിരുന്നു. സീനിന്റെ ഇടയ്ക്ക് ഒന്ന് മതിലെടുത്ത് ഇടയ്ക്ക് മതില് ചാടി മുളയുടെ കുറ്റി കയറി. വിരലില് ചെറിയ വിരലിലാണ് 3 സ്റ്റിച്ച്. അത് തലേ ദിവസം വൈകുന്നേരം ഈവനിങ് 4 മണിക്ക് നടക്കുന്നു, അന്ന് സ്റ്റിച്ച് ഇടുന്നു, വൈകിട്ട് വന്ന് വീണ്ടും അവൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന സീൻ ബാക്കി കണ്ടിന്യൂറ്റി എടുത്തു. കാരണം എടുത്തേ പറ്റുമോ, വേദനയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല വേദന സഹിച്ച മോനെ ചെയ്ത്. പിറ്റേ ദിവസം ഫിലിമിന്റെ പൂജയായിരുന്നു, പിറ്റേന്ന് രാവിലെ. അപ്പൊ അവൻ ഒട്ടും ഡോക്ടർ പറഞ്ഞു എന്ത് സംഭവിച്ചാലും വിരല് കുത്തരുത്, ഉപ്പൂറ്റി കുത്തി നടന്നോ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് നമ്മുടെ സേഫ്റ്റി അല്ലേ നോക്കേണ്ടത്, അല്ലാതെ ഒരാൾ വരുന്നത് വെച്ചോണ്ട് കാല് കുത്തി അങ്ങ് നടന്നു പോയാ ആ 8 ദിവസം ഞാൻ കുത്തിച്ചില്ല. പിറ്റേ ദിവസം കാല് കുത്തി എങ്ങനെ, അത് വൈകിട്ട് 4 മണിക്ക് 2 ദിവസം ഫുൾ റെസ്റ്റ് പറഞ്ഞാണ്. കാരണം കാലായതുകൊണ്ട്, കൈയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചോണ്ട് നടക്കാം, മറ്റേത് വിരല് കുത്തുകയോ ചെയ്യുന്നു. അതിന് കമന്റ് വന്നത് എഴുന്നേറ്റ് ചെന്നില്ല, അല്ലല്ല അതൊന്നുമില്ല, എഴുന്നേറ്റൊക്കെ അവൻ ചെന്നു, അവനെ ഒറ്റ കാലിലെല്ലാം സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു, കൈ പിടിച്ചിറങ്ങിയത്. ആ സാധനം എനിക്ക് ടക്കനെ ചാടി കയറാൻ പറ്റൂല. നമ്മള് ഉപ്പൂറ്റി മാത്രം കുത്തി നടക്കുമ്പോൾ ഇവിടെ പെട്ടെന്ന് പെയിൻ ആവും. ഫുൾ ബലം എടുത്ത് ചാടി കയറിയ ഫസ്റ്റ് ദിവസം ഒക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ അറിയാതെ കുത്തിയാ തന്നെ അപ്പൊ സ്റ്റിച്ച് പൊട്ടു എന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പോൾ അതിന് താഴെ വന്ന കമന്റ് സത്യം മനസ്സ് ഭയങ്കര വിഷമം എനിക്ക് അത് കണ്ടപ്പോ. ഈ തന്തവൈവ് ഒന്നും എനിക്കൊരു വിഷമം വന്നില്ല, പക്ഷെ ഒരു ഇച്ചിരി പോലെ ഒരു മുള്ളു കൊണ്ടതിന് അവന്റെ അഹങ്കാരം കണ്ടോ, ഷോ കണ്ടോ, കണ്ടാൽ അവന്റെ കാല് എന്താ മുറിച്ച് ആ രീതിയിൽ ഏറ്റവും അങ്ങേ അറ്റത്തെ രീതിയിലാണ് കമന്റ് ഇട്ടിരിക്കുന്നത്. ഞാൻ പിന്നെ നെഗറ്റീവ് കമന്റ് ഇടുന്നവരെ നോക്കും, അവരുടെ അക്കൗണ്ട് കയറി നോക്കും. അപ്പോൾ നമുക്ക് അയാൾ എങ്ങനെയുള്ള മെന്റൽ സ്റ്റെബിലിറ്റി ഉള്ള ഒരാളാണെന്ന് എനിക്ക് വ്യക്തമാക്കാൻ പറ്റും. ഇത് പറഞ്ഞിട്ട് എല്ലാം പറയും ഇപ്പൊ ഞങ്ങളെയൊക്കെ മെന്റൽ എന്ന് വിളിച്ച് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. നെഗറ്റീവ് കമന്റ്സ്, അതായത് മനഃപൂർവ്വം. നമ്മളിപ്പോ ഒരു സീൻ കണ്ടു, ഏടാ കേശു നീ അത് ചെയ്ത് ശരിയായില്ല, അല്ലെ ആ സിറ്റുവേഷൻ ഇങ്ങനെ അല്ലായിരുന്നു, നമുക്ക് പറയാം, ആരെയും നമുക്ക് വിമർശിക്കാം. പക്ഷെ മനഃപൂർവ്വം ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു വ്യക്തി ഇടുന്നത് നെഗറ്റീവ് കമന്റ് തന്നെയാണ്. അത് ശരിക്കും മെന്റൽ ഡിസോർഡർ തന്നെയാണ്. ഞാൻ പേര് പറയാം, മഹേഷ് ശ്രീധർ. ഞാൻ പുള്ളിയെ നോക്കി ഞാൻ നോക്കി നടക്കുകയാണ്. എന്നിട്ട് യൂട്യൂബിൽ വേറൊരു മഹേഷ് ശ്രീധർ ഉണ്ടായിരുന്നു, നല്ലൊരു പാവം പയ്യൻ. അവനോട് ഞാൻ സംസാരിച്ചു, പറഞ്ഞില്ല നിങ്ങളെ മഹേഷ് ശ്രീധറിന് 7459 അങ്ങനെ മറ്റോ ആണ്. ഞാൻ 2-3 നമ്മുടെ ഈ ഉപ്പുമുളകിന്റെ ഗ്രൂപ്പിലൊക്കെ ഇട്ടിട്ടുണ്ട് പുള്ളിയുടെ, പക്ഷെ ആർക്കും അറിയില്ല. ഒന്നുകിൽ അതൊരു ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും. പുള്ളി
അൽസാബിത്തിനെ മാത്രമേ ടാർഗറ്റ് ചെയ്യൂ. അതങ്ങനെ ഉണ്ടെന്നേ. അപ്പൊ പിന്നെ നമ്മളതിനെ ആ പുള്ളിയെ ഒന്ന് കണ്ടുപിടിക്കണ്ടേ. എനിക്ക് അങ്ങനെയുള്ള കാര്യത്തിൽ കുറച്ച് വാശിയുണ്ട്. ദൈവമേ, മറ്റേ ഈ മാങ്ങയുള്ള മാവില് കല്ലെറിയെന്ന് പറയുന്ന പോലെ അറിയട്ടെ, മാങ്ങയുള്ളോണ്ടല്ലേ അറിയട്ടെ. ആയിക്കോട്ടെ, പക്ഷേ നമ്മളപ്പോ ഒന്ന് സ്വയം ചിന്തിക്കണം. എന്റെ 17 വയസ്സിൽ ഞാൻ എന്ത് ചെയ്തു എന്ന് ചിന്തിച്ചു. ഞാനടക്കം. അല്ല, ആരായാലും നമ്മളൊരു വ്യക്തിക്ക് നിങ്ങൾ പോസിറ്റീവ് ഇടണ്ട, പക്ഷെ എന്തിനു നെഗറ്റീവ് ഇട്ട് ഒരു കുട്ടിയെ തളർത്തുന്ന എന്തിനാ? ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഒരാളുടെ കാലോ കയ്യോ മുറിഞ്ഞ്, ഡേയ് എന്തിനാ സൂക്ഷ്യം കണ്ട് നടക്കണ്ടേ, നമ്മൾ അങ്ങനെ പറയണേ, നേരെ നടക്കണ്ടേടാ എന്ന് പറഞ്ഞാൽ ഓക്കെ. അതേ സ്ഥാനത്ത് നിനക്ക് ഇത് തന്നെ വരും എന്ന് പറഞ്ഞാലും നമ്മൾ ചിലപ്പം ആ ശരി ഇങ്ങനെ പറഞ്ഞത് ഓക്കെ അങ്ങനെ പറഞ്ഞെന്ന് വിചാരിക്കാം. ഷോ കാണിക്കുന്നു. ഡേ ചുമ്മാ ആശല കാണിക്കില്ലപ്പോ 3 സ്റ്റിച്ച് ഇട്ടിട്ട് അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്ക് എങ്ങനെ വരുമെന്ന് ആലോചിച്ചു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊന്നും നോക്കണ്ട, ഇതൊന്നും ചിന്തിക്കണ്ട. ഞാനിപ്പോ പറഞ്ഞ അത്രേ ഉള്ളൂ. മോൻ ഇതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല, മോന്റെ കാലാണ്. ഈ സ്റ്റിച്ച് ഇട്ടിട്ടാണ് 8 ദിവസവും സ്റ്റിച്ച് 8ാമത്തെ ദിവസം എടുത്ത് 8 ദിവസം എന്റെ കുഞ്ഞ് അഭിനയിച്ചത്. കാല് നനയ്ക്കാൻ പറ്റില്ല, തറയെ കുത്താൻ പറ്റില്ല. കണ്ണൂരിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, കണ്ണൂരിന് വരെ പിള്ളേരുണ്ടായിരുന്നു, അവന്മാരെ ഇടയ്ക്ക് ചവിട്ടുകയൊക്കെ ചെയ്തു. ഡോക്ടർ പക്ക പറഞ്ഞു നനയ്ക്കുകയോ കാല് കുത്തുകയോ ചെയ്താൽ സ്റ്റിച്ച് പൊട്ടും. പൊട്ടി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും സ്റ്റിച്ച് ഇട്ടില്ല. മതിലെടുത്ത് ചാടി ഇത് കേറി അത് വേറെ ബ്ലഡ് ആയിരുന്നു. സൈഡിൽ പൊത്തം കേറി. ഓഹോ, ആരുണ്ടായിരുന്നു അപ്പൊ ചുറ്റും അടുത്ത് എല്ലാവരും ടീം എല്ലാവരും? ആ സീൻ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള സീനിൽ ഞാൻ കാല് കെട്ടി തന്നെ ഇരിക്കുകയും ചെയ്യണത്, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ ചെറുതായിട്ട് കേറിയത് എല്ലാരും കരുതിയുള്ളൂ. ഇതിനു മുമ്പ് ഇവർ 2-3 നേരം ചാടി നോക്കിയതാ. ഞാനും ചാടിയതാ 2 തവണ സീനിന് വേണ്ടി. അപ്പൊ റീടേക്ക് വന്നു, കാണാത്തല്ല, എല്ലാരും കയറി ചവിട്ടി നോക്കി. ഈ എല്ലയുടെ അടിയിലായിരുന്നു ഈ സാധനം, മുളക് ബ്ലഡ് നിക്കാതെ വന്നു. പിന്നെ പെട്ടെന്ന് ഹോസ്പിറ്റൽ. ഇതേപോലെ ഇഞ്ചുറി മുമ്പ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? കൈ ഒടിഞ്ഞിട്ടുണ്ട്. അത് എപ്പോഴാണ്? പണ്ട് എപ്പിസോഡിൽ തന്നെ സീൻ ചെയ്തോണ്ടിരുന്ന സമയത്ത് ചവിട്ടിട്ട് തെന്നി നിരങ്ങി വീണ് കൈ കുത്തി ഹെയർലൈൻ ഫ്രാക്ചർ 4 ആഴ്ച ഒരു സിനിമ ഉൾപ്പെടെ മാറ്റി വെച്ചായിരുന്നു. അപ്പോഴും ഈ കൈ ഒടിഞ്ഞു വെച്ച് തന്നെ അഭിനയിച്ചു. പിന്നെ കാലിൽ ആണി കയറി. സിനിമയിൽ ആക്സിഡന്റ് സംഭവിച്ചത് മണിയറയിലെ യശോനകത്ത് അടി കിട്ടിയത് മാത്രമേ. സംഭവം ഈ നോർമലായിട്ട് നമ്മൾ സീൻ എടുക്കുമ്പോൾ 1 ടേക്ക് 2 ടേക്ക് പോകുന്നുള്ള പ്രതീക്ഷയായിരുന്നു. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു സീന്. അത് കാര്യം ഞാനങ്ങ് വിട്ടുപോയി. ഞാൻ പറഞ്ഞു ഓക്കെ നമ്മൾ അടിച്ചോളാൻ പറഞ്ഞു. നമ്മള് ആരായിരുന്നേ? സന്തോഷം ഉണ്ടായിരുന്നു, സന്തോഷ് അടിക്കാനായിരുന്നു ചോറില് അടിച്ച്. ഓക്കെ, ആദ്യത്തെ റൗണ്ട് പോയി. നമുക്ക് ആദ്യത്തെ റൗണ്ട് നമ്മൾ കല്ലുകളിൽ നിൽക്കുമല്ലോ, വേറെ വിഷയമൊന്നുമില്ലല്ലോ. 2ാമത്തെ റൗണ്ട് പോയി. 3ാമത്തെ ഒരബദ്ധം ഞാൻ ഇടയ്ക്ക് പറയാം. എന്താന്ന് വെച്ചാല് ഞാനും കണ്ടോണ്ട് നിൽക്കുക. അപ്പൊ എനിക്ക് വേണേ പറയാം, പക്ഷെ ഞാൻ കരുതി നമ്മുടെ സാധാരണ ഡ്യൂപ്ലിക്കേറ്റ് വടി വെച്ചാണ് അങ്ങനെയാണ് ഞാൻ കരുതിയത്. ഇത് അച്ഛൻ തല്ലുന്നതായിട്ടാണോ? അനുവിന്റെ അനുപമയുടെ ബ്രദർ. കുറച്ച് പേര് വിചാരിച്ച് ഞാൻ പാഡ് വെച്ചിട്ടുണ്ടെന്ന്. ഇത് ആദ്യത്തെ അടിയിൽ വേദന കിട്ടുന്നുണ്ട്, ഫസ്റ്റ് ടേക്കിലൊക്കെ വേദനയുണ്ട്. 1, 2, 3 ഒക്കെ പോയി. 5 ഒക്കെ ആയപ്പോ ടേക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത്. അത് കഴിയുമ്പോ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം പറഞ്ഞു. കുഞ്ഞ് ചെറുതാ, ആള് വളരെ ചെറുതാ. ഇതില്ലേ അപ്പൊ സന്തോഷേട്ടനും മനസ്സിലായില്ലേ അടിക്കുമ്പോ വേദന? അതാണ് നമുക്കും അറിയാതെ. പുള്ളി വിചാരിച്ചു പാട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കട്ടെ. നമ്മുടെ ഡയറക്ടറും കരുതി ഷംസു എന്നോട് പറയുകയും ചെയ്തത്, നീ പാട് വെച്ചില്ലല്ലോ. ഇവനോട് പാട് വെക്കാൻ പറഞ്ഞു, നമ്മള് വെച്ചില്ല. ഇയാൾ ഒറ്റയ്ക്ക് പറഞ്ഞു, ഞാൻ അറിയുന്നില്ല. ഞാനപ്പോ ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും കയറി ഇടപെടത്തൊന്നുമില്ല, അവരെ ചെയ്തോളൂല്ലോ. അപ്പൊ ഷംസു എന്ന് പറഞ്ഞാണ് ഡയറക്ടർ. ഷംസു പറഞ്ഞു മോനെ പാട് വെച്ചിട്ട് കയറണേന്ന് പറഞ്ഞു. ആ വേണ്ട ഇക്ക, ഒരു ഇതിലെ കൂളുന്നു കിട്ടി കഴിഞ്ഞു. അപ്പൊ സ്റ്റേക്ക് ഓക്കെ ആയി. ഞാൻ നോക്കും കണ്ണൊക്കെ ചോന്ന് ഇങ്ങനെ തുളുമ്പി നിപ്പുണ്ട്. ഞാൻ പതുക്കെ ഞാൻ പാട് വെച്ചിട്ടില്ലായിരുന്നു, ഒറിജിനൽ വടിയായിരുന്നു. അപ്പോഴത്തേനും തുളുമ്പി വീണു കണ്ണ്. അതുകൊണ്ട് കണ്ണല്ലേ ഇച്ചിരി കൊണ്ട് തുടുത്തിരിക്കുന്ന കാവളും. ഞാൻ പതുക്കെ ട്രൗസർ ഊരി നോക്കിയപ്പോ പാടെന്ന് വെച്ചാ അത്യാവശ്യം നന്നായിട്ട് തന്നെ തുറമുണ്ടായിരുന്നു. ഞാൻ എന്നെ കരഞ്ഞ് എന്റെ കൺട്രോൾ ഫുള്ള് നമ്മൾ കിളിമീന് വരഞ്ഞിട്ട് നമ്മള് അതേപോലെ ഭയങ്കരമായിരുന്നു. സന്തോഷായിട്ടൊരു അവസ്ഥ എന്തായിരുന്നു ഇതറിഞ്ഞപ്പോ? എനിക്ക് അതറിയണ്ടേ. അങ്ങനെ അങ്ങ് ഇല്ലാണ്ടായി നിന്ന്. സന്തോഷം പാട് വെച്ചില്ലായിരുന്നു. നമ്മുടെ പിന്നെ ഷംസു
എന്നിട്ട് എൻ്റെ ഇത്താ ഒന്നും പറയല്ലേ ഇത്താ എന്ന് പറഞ്ഞിട്ട് എന്നോട് എൻ്റെ ശബ്ദമൊന്നും വരുന്നില്ലായിരുന്നു. നമ്മൾ വെളിച്ചെണ്ണ കൊണ്ടുവന്ന് പറഞ്ഞു. പെട്ടെന്ന് തന്നെ ഒരു മേക്കപ്പ് വരെ വെളിച്ചെണ്ണ കൊണ്ടുവന്ന് ഞാൻ തേച്ച് പിന്നെ കൊണ്ടുപോയി കാരവാനിൽ കൊണ്ടുപോയി ഇരുത്തി. അപ്പോൾ ആപ്പിള് ഞങ്ങൾക്ക് 2 ആപ്പിളൊക്കെ കൊടുത്തപ്പോൾ ഇയാള് ഫ്ലാറ്റ് 1.5 മണിക്കൂർ കമഴ്ത്തി കിടത്തി. ഈ പാറു നിങ്ങളുടെ ഇടയിലേക്ക് ഒന്ന് ജോയിൻ ചെയ്തതിന്റെ ആ സ്റ്റോറി എങ്ങനെ? 500ാമത്തെ എപ്പിസോഡിലാണ് കണ്ടല്ലോ. 500 അതിനും പോന്നു. 500ാമത്തെ എപ്പിസോഡിലൊക്കെ എന്തുവായിരുന്നു സ്പെഷ്യാലിറ്റി? 500ലായിരുന്നു പാറുണ്ട്. കുറച്ച് എപ്പിസോഡായപ്പോ വന്നോളൂ. പാറു ജോയിൻ ചെയ്ത ആ മൊമെന്റ് എന്തായിരുന്നു? നിങ്ങളെ കേട്ട് ഭയങ്കര സിംഗ്. ആദ്യം കുഞ്ഞല്ലേ, വിളിച്ചാലും ഞാനൊന്നും എടുക്കൂല. കാരണം ചിലപ്പോ എടുത്തു കഴിഞ്ഞാൽ ഈ പെടലി പെട്ടെന്ന് ബാക്കിൽ അടിച്ചു കഴിഞ്ഞാൽ അന്ന് എടുക്കാനുള്ള ഭയങ്കര ചെറുതല്ലേ, അറിഞ്ഞൂടല്ലോ. 4 മാസം ശരിക്കും എടുത്ത് നിക്കത്തില്ല. പിന്നെ അവൾ അവിടെ സിങ്ക് ആയി. പക്ഷെ ഒരു 1.5 വയസ്സായപ്പോ കുഞ്ഞിന് ഭയങ്കര കൺഫ്യൂഷനായി. അതായത് പാറുവിന്റെ അമ്മ വീട്ടിൽ പോകുമ്പോ ഗംഗ വന്നിട്ട് പാറുവിന്റെ അമ്മ എന്നോട് പറയും അവൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്, ഇതും അമ്മ അതും അമ്മ, ഇതും അച്ഛൻ അതും അച്ഛൻ, ഇത് എന്താണ് എന്ന് കുഞ്ഞിന് ക്ലാരിറ്റി ഇല്ല എന്ന് പലപ്പോഴും. അപ്പൊ പലയിടത്ത് സീനി ചെല്ലും പറയത്തില്ല ഏതമ്മയെ കൂടുതൽ ഇഷ്ടം, ആ നീലു അമ്മയെ. കാരണം പകല് ഫുള്ള് നീലുമ്മയുടെ കൂടെയാണ് ഭക്ഷണം കഴിക്കുന്നത്, എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടല്ലേ. രാത്രിയാണ് ഇവരുടെ കൂടെ പോകുന്നത് കുഞ്ഞ്. അങ്ങനെ പിന്നെ അവൾക്കൊരു 4 വയസ്സ് 3 വയസ്സൊക്കെ മനസ്സിലായി ഇത് സീരിയലാണ്, പ്രോഗ്രാം ആണെന്നും മറ്റേത് റിയൽ ആണെന്നും മനസ്സിലായി. ഇപ്പൊ ബുദ്ധിയാണ് പ്രശ്നം. കേക്കണ്ട, അവിടെ ചെന്ന് കഴിയുമ്പോ വല്ല കമ്പിപ്പാര എടുത്ത് എറിയാണ്. ആള് നല്ല സ്മാർട്ട്. എന്ത് പറഞ്ഞാലും നമ്മള് കാരണം ഇവരുടെ ഇടയിൽ വളർന്നുകൊണ്ടായിരിക്കാം അവർക്ക് ഈ നമ്മുടെ ആ സെറ്റില് ക്രൂവിനോടായാലും ഈ ആർട്ടിസ്റ്റുകളോടായാലും ഫുൾ സ്വാതന്ത്ര്യമാണ്. അവളുടെ ഇളയത് ഞങ്ങളൊക്കെ ഞങ്ങളുടെ 10, 30, 25 വയസ്സുള്ള പിള്ളേരൊക്കെ ഉണ്ട് നമ്മുടെ ചേട്ടന്മാര്. അവിടുത്തെ ക്രൂസ് അമൽജി, ഉദാഹരണത്തിന് അമൽജി കൂട്ടുകാര്, ഞാൻ എല്ലാത്തിനെയും പേര് പറഞ്ഞിട്ടെന്ന് പറയാം അവസാനം. കൂട്ടുകാര് സജി, അപ്പൊ അവരൊക്കെ മറ്റേ മിഥുൻജി അനുപെണ്ണൊക്കെ അവർക്ക് DOPs ആണ്, നമ്മുടെ പ്രോഗ്രാമിന്റെ DOPs ആണ്. അതുകൊണ്ട് അവർക്ക് ഒരു പേടിയുണ്ട്, നോർമൽ ബഹുമാനം. ഇത് അമൽജി ഒന്ന് വന്നേ, ഞങ്ങൾ എടി അമൽജിന്ന് ഞങ്ങളൊക്കെ വിളിക്കണേണ്. നീ അമൽജിക്ക് 10-25 വയസ്സം കണ്ടുണ്ട്, 22 23 കേട്ടോ വയസ്സുണ്ട്. അപ്പൊ അമൽജിക്ക് വന്നേ, ഞങ്ങൾ എടി മകളെ ഞങ്ങള് വിളിക്കണേണ് അമൽജിന്ന്. ആണാ അമൽജി ചേട്ടാ ഇങ്ങ് വാ. അമൽജി എടാ നീ ഒന്നും പറയല്ലേ ഞാൻ പൊക്കോളാം. വേറെണ്ണുണ്ട് നന്ദു, അങ്ങനെ ഞങ്ങള് വിളിക്കണേണ് കുട്ടാരു. കുട്ടാരു ചേട്ടൻ വരണം. എടി ഓ ചേട്ടൻ വരണം. ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഒക്കെ അല്ലേ. ഈ ഇപ്പൊ ശരിക്കും പറഞ്ഞ ഇപ്പൊ എന്തെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാലും ഈ ഒരു ടെൻഷനൊക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും. ആർക്കെങ്കിലും ഒരാൾക്ക് പനി അടിച്ച് കിടന്നു കഴിഞ്ഞാൽ ഓരോരുത്തരായിട്ട് വിളിക്കും. വീണല്ലേ ചില ദിവസം ലച്ചുവൊക്കെയാ കൂടുതൽ പനി. ചേച്ചിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ വിത്തിൻ 1 വീക്ക് അതേപോലെ അല്ലെങ്കിൽ ഏറെക്കുറെ അതേപോലെ നമുക്കും വരും. അങ്ങോട്ടും കിട്ടും. നല്ല കണക്ഷനാണ്. കാരണം ഞങ്ങള് ആദ്യം വിചാരിച്ച ചുമ്മാതാണെന്ന് വിചാരിച്ചു, പിന്നെ അത് ഉള്ളതാണ്. ഇതിന്റെ ഇടയിൽ ഇടയ്ക്ക് മുടിയൻ ചേട്ടൻ കുറച്ച് മാറി നിന്നൊരു പ്രശ്നം വന്നില്ല, ഒരു ടൈമില് ഭയങ്കരമായിട്ടൊരു ചർച്ചയൊക്കെ ഉണ്ടാവുന്നത്. ഇപ്പൊ ഇല്ല. അപ്പൊ അന്ന് നിങ്ങൾ ആദ്യമായിട്ട് ഫേസ് ചെയ്യുന്ന അതാണല്ലോ, ആദ്യമായിട്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ചേട്ടൻ മാറിയിരിക്കുന്നു. ആ ഒരു ടൈം ലച്ചേച്ചി മാറിയിരുന്നായിരുന്നു. അപ്പൊ ഇങ്ങനെ മാറിപ്പോകുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരു ഭയങ്കര അപ്പൊ മാറുമ്പോൾ സങ്കടമുണ്ട്. നമ്മളെ വിളിക്കാൻ സംസാരിക്കുകയൊക്കെ ചെയ്യും നോർമലായിട്ട്. ബാക്കി ഇതിലേക്കൊക്കെ കാണാനൊക്കെ വരും. നമുക്കിപ്പോ പബ്ലിക്കിൽ ഇറങ്ങിപ്പോ നമ്മുടെ നാട്ടിലൊരു പെരുന്നാളടക്കം ഉത്സവം നടക്കുന്നു. അവിടെയൊക്കെ ഇപ്പൊ അന്ന് പറഞ്ഞല്ലോ സൂല് പോയിട്ട് അതിനകത്തേക്ക് കയറാൻ പറ്റാത്തൊരു സ്റ്റേജ് ഉണ്ടായിന്ന് പറഞ്ഞില്ലേ. അതായത് ബീച്ചിൽ പോകാന് പാർക്കിൽ നല്ലപോലെ പാർക്കിൽ പോയി ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ പബ്ലിക് പ്ലേസുകളിൽ പോകുമ്പോൾ കുറച്ച് അതായത് ആൾക്കാർക്ക് ഇഷ്ടമല്ലേ, അവരിഷ്ടം കൊണ്ട് പ്രത്യേകിച്ച് വലിയവരോടാണെങ്കിൽ ഇവര് കുറച്ചൊരു മാറി നിന്നിട്ട് ആയിരിക്കും. പക്ഷെ കുഞ്ഞുങ്ങളോടാവുമ്പോ ഇപ്പൊ രാവിലെ ഒരു ചേട്ടാ കേശുവേ എന്ന് പറഞ്ഞാ വിളിക്കുന്നേ. നമ്മുടെ കൊച്ചിനെ പോലെ അവരവരുടെ വീട്ടിലെ കുട്ടിയാണ്. അത് സത്യം. ഇത് ഈ എപ്പിസോഡ് ഫോളോ ചെയ്യുന്നവർക്ക് സ്വന്തം വീട്ടിലെ അംഗങ്ങൾ ഇവരെല്ലാവരും നമുക്ക് അവിടെ ഒരു അരോചകത്വം തോന്നുന്ന കാര്യമില്ല. പക്ഷെ നമ്മളൊരു കുട്ടിയെ പോയിട്ട് എടാ എന്ന് പറഞ്ഞ് വിളിക്കൂ ഇല്ല പോലെ അല്ലെ എന്താ ഫോർമാലിറ്റി കീപ്പ് ചെയ്യും. ഇത് നമ്മുടെ വീട്ടിലുള്ള പയ്യനെ പോലെ മകളാ ഇങ്ങനെ പോണു സുഖമായിട്ടിരിക്കണ, ഓ അച്ഛനമ്മയൊക്കെ സുഖമായിട്ടിരിക്കണ, ഓക്കെടാ പഠിക്കണം കേട്ടാ.
കൂളായിട്ട് തോളത്തായിട്ട് തട്ടിയിട്ട് അവര് പോകും. അത് ഈ സ്കൂളുകളിൽ കൂടുതൽ പ്രോഗ്രാം, ഈ ആനുവൽ പ്രോഗ്രാമിന് പോകുമ്പോ കുട്ടികളെല്ലാം വന്നിട്ട് കേശുവേ കുഞ്ഞു പിള്ളേര്, അപ്പൊ ഞാൻ പറഞ്ഞു മക്കളെ ചേട്ടാന്ന് വിളി. ആ എന്നാ കേശു ചേട്ടാ. എന്നെ ചേട്ടാ വിളിക്കുന്ന പിള്ളേര് കുറവാ. ശരിക്കും പറഞ്ഞാൽ അതൊരു പേര് തന്നെ, കേശു എന്നുള്ള ഒരു രജിസ്റ്റർ ആയി കൊച്ചു പിള്ളേരുടെ അടുത്താണെങ്കിലും എല്ലാവരും. ചെറിയ കുട്ടികൾ രസമായിട്ടാ കേശുടാ ആടാ പറയാ. പിന്നെ ഈ നമ്മള് ഒന്ന് രണ്ടിടത്ത് വെച്ചിട്ട് എന്താ വയ്യാത്ത കുട്ടികളുണ്ടല്ലോ, സുഖമില്ലാത്ത കുട്ടികൾ, അവര് വന്നിട്ട് ഒരു എപ്പിസോഡ് കാണുന്നവരാ, കണ്ടിട്ട് ഭയങ്കര സന്തോഷം. എന്നിട്ട് കേശുവേടാ എന്ന് പറഞ്ഞ് തോളത്ത് പിടിച്ചിട്ട് പിന്നെ എപ്പിസോഡിന് കഥ പറയും. കഴിഞ്ഞ ഒരു ദിവസം നമ്മള് തിരുവല്ലയോ മറ്റോ കണ്ടു പോയപ്പോഴും സെറ്റില് വന്നു. ആ കോട്ടയത്ത് ലുലു പോയപ്പോഴാന്ന് തോന്നുന്നു ഒരു പയ്യൻ അതേപോലെ. പിന്നെ അവർക്കൊക്കെ ഭയങ്കര ആശ്വാസം കിട്ടുന്നതൊക്കെ അച്ഛനും അമ്മയും പറഞ്ഞു മക്കളെ പിന്നെ ഇത് മാത്രം അവൻ കാണത്തുള്ളൂ, ടാബില് ഇത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരുന്നോളും. അതൊക്കെ വലിയ അനുഗ്രഹവും ആദ്യം പറഞ്ഞത്. നമ്മൾ വഴി കുറച്ച് ആൾക്കാർക്ക് ഒരു ആശ്വാസം കിട്ടണമെങ്കിൽ അത് വലിയ കാര്യമല്ലേ. നമ്മൾ ഈ ഒരു മേഖല തെരഞ്ഞെടുത്തതിന്റെ ഏറ്റവും വലിയ ഗുണങ്ങൾ മനസ്സിലാവുന്ന ഈ ഒരു ഇതൊക്കെ കേൾക്കുമ്പോഴാണ്. ഇത് അതേപോലെ ചെറിയ കുട്ടികൾ അച്ഛനും അമ്മയും ഒക്കെ കഷ്ടപ്പെട്ട് അവര് എന്തെങ്കിലുമൊക്കെ കുഞ്ഞു കുഞ്ഞു പണികൾ. ഇന്നാളെ ഒരു ഇന്റർവ്യൂ കപ്പലിന്റെ വിൽക്കാൻ പോകുന്ന പയ്യൻ എന്താ കേശുവിനെ കണ്ടിട്ട് ഞാൻ കപ്പലിന്റെ വിൽക്കാൻ തീരുമാനിച്ചു. ഒരു എപ്പിസോഡ് കപ്പലിന്റെ വിൽക്കുന്നുണ്ട്. അതൊക്കെ ഭയങ്കര സന്തോഷം. അതായത് നമ്മുടെ ഒരു എപ്പിസോഡ് കണ്ടിട്ട് കുട്ടികൾക്ക് അത് ചെറിയ പ്രായത്തില്, പിന്നെ ശരിക്കും ഒറിജിനലിലും ഇവൻ 8 വയസ്സ് തൊട്ട് തുടങ്ങിയതാണ്. 8ാമത്തെ വയസ്സ് മുതൽ തുടങ്ങി. എന്തൊക്കെ പറയാലോ അവൻ അഭിനയിക്കല്ലേ എന്ന് പറഞ്ഞാൽ അതൊരു ജോലി തന്നെയാണ്. ഈ അതിന്റെ ഇടയിൽ പറ്റിയേക്കണ പരിക്കുകളാണ് ഇപ്പൊ ഈ പറയുന്നത്. നമ്മുടെ നാട്ടിലെ അണ്ണന്മാര് പറയും അവനെന്തൊരു പരിപാടി, 1/2 മണിക്കൂറത്തെ പരിപാടിയല്ലേ ഉള്ളൂ, 30 കൂടിപ്പോ 1 മണിക്കൂർ എടുക്കുമായിരിക്കും അവന്മാര്. എടുത്ത് തീർന്ന് കഴിഞ്ഞ് ഫ്രീ അല്ലേ, സുഖ ജീവിതം കിട്ടും. AC റൂം, കാറ്, എല്ലാ സൗകര്യവും. അത് AC റൂം, കാറ് ചിലപ്പോ 10 മിനിറ്റേ കാണുള്ളൂ. ബാക്കിയുള്ള ഒരു ദിവസത്തിൽ 24 മണിക്കൂർ നമ്മള് ലൈറ്റിന്റെ വെട്ടത്തിലായിരിക്കും. ലൈറ്റിന്റെ ചൂടെന്ന് പറഞ്ഞാൽ അറിയാലോ. 7:30 മണിക്ക് ഷൂട്ട് തുടങ്ങും, വൈകിട്ട് ഒരു 7 മണിക്കുള്ളിലായിട്ട് ഷൂട്ട് കഴിയും. ചില ദിവസം ഇപ്പൊ പ്രത്യേക എന്തെങ്കിലും എപ്പിസോഡുകളാണെങ്കിൽ രാത്രി വരെ പോകും. അപ്പോൾ സിനിമയുടെ ഷൂട്ടാണെങ്കിൽ ഉദാഹരണം മാർക്കോണി മത്തായി, അതില് നൈറ്റ് 2 മണിക്കാണ് ഷൂട്ട്. ഏണി കയറുന്ന സീന്, കുഞ്ഞുകാലും കൊണ്ട് ഏണിയെ പിടിച്ചു കയറിയപ്പോ ഞാൻ അവിടെ കൊണ്ട് വിളിക്കാത്ത ദൈവങ്ങളൊന്നുമില്ല. താഴെ നമ്മുടെ മാഫിയ ശശാറായിരുന്നു ഇത്. അപ്പൊ പേടിക്കണ്ട ഭയങ്കര കൂൾ മനുഷ്യനായിട്ടോ, ഒരു വിധത്തിലും പേടിക്കണ്ട. ഞങ്ങൾ അടിയിലെല്ലാം ബെഡ് മാസ്റ്റർ ഉണ്ടായിരുന്നു, പ്രസന്ന മാസ്റ്റർ. അപ്പൊ പാട്ടിന്റെ സീന് ഏണിയെ കേറിട്ട് പാല് വാങ്ങിച്ചിട്ട് ആ ഒരു സീന് വീട്ടുകാര് വന്നിട്ട് താഴെ വീണു. രാത്രി ഷൂട്ട് ചെയ്യുന്നല്ലേ? രാത്രി 2:30 മണിക്കാണ്. ഇതിന് ശേഷമാണ് പഠിക്കുന്നത്. ഇതിന്റെ ബാക്കിയുള്ള വലിയ ആർട്ടിസ്റ്റുകള് അവർക്ക് ജോലി കഴിഞ്ഞാൽ പോയി റെസ്റ്റ് ചെയ്യാം. പക്ഷെ ഇത് കഴിഞ്ഞിട്ടാണ് ഈ കുഞ്ഞുങ്ങളായിട്ട് ചെയ്യുന്നവര് പഠിക്കുന്നത്. അവിടെയാണ് നമ്മള് അതായത് പഠിത്തം ഒരു സൈഡിലുണ്ടല്ലോ, മറ്റവർക്ക് ഇതാണ് ജോലി എന്നെങ്കിലും പറയാം. ഇത് 10ാം ക്ലാസ് വരെ ICSE ആയിരുന്നു സിലബസ്. 10ൽ 81% മാർക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കേരളയിലോട്ട് മാറ്റി. ഫസ്റ്റ് +1 4 A+ഉം 2 A ഉണ്ടായിരുന്നു. നിൽക്കുന്നു. അപ്പോ ഇതൊന്നും ഇത്രയും കൊല്ലം ഒരു ട്യൂഷനും പോയിട്ടില്ല. അമ്മ പഠിപ്പിക്കും, സ്കൂളിൽ നിന്ന് ഞാൻ പഠിപ്പിക്കും, സ്കൂള്. ആ ഒരു ഇതാണ്. ഇവന് വേണ്ടിയാ ഞാനിപ്പോ പഠിക്കാൻ തുടങ്ങിയത്. നമ്മുടെ അത് എല്ലാരും പറയുന്നത് അതാണ്. അതായത് മോന് വേണ്ടി അമ്മ പഠിക്കുന്നു എന്നുള്ളത്. കാരണം ആ ടച്ച് എനിക്ക് പോകരുത്. അപ്പൊ പറഞ്ഞു കൊടുക്കാൻ നമുക്ക് എന്തെങ്കിലും അറിഞ്ഞില്ല. തീർച്ചയായിട്ടും ഈ നമ്മളിപ്പോ നമ്മുടെ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന നടന്മാരുണ്ടല്ലോ, ഇപ്പൊ നമുക്ക് മമ്മൂക്ക, ലാലേട്ടൻ, ഇവരൊക്കെ ആയിട്ടുള്ള കണക്ഷൻ എങ്ങനെയാണ്? മമ്മൂക്കായിട്ട് എന്താ ഒരു കണക്ഷൻ ഇല്ലേ? സെറ്റിൽ നമ്മുടെ സെറ്റിന്റെ തൊട്ടപ്പുറം ഷൂട്ട് വന്നു. മധുരരാജ
പിന്നെ 1-2 പടത്തിന് പുത്തൻ പണം അങ്ങനെ നമ്മുടെ ആ സെറ്റിന്റെ അവിടെ ഫുള്ള് ഫിലിം അവിടെ ആ ഒരു ഏരിയയിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും. അപ്പൊ അന്ന് സെറ്റിൽ വന്നായിരുന്നു. നമ്മുടെ സെറ്റ് വന്നില്ല. ജോർജ് ചേട്ടനെ പറഞ്ഞു വിട്ടിട്ട് പറഞ്ഞു പിള്ളേരെ അച്ഛനെ അമ്മയെല്ലാം വിളിച്ചോണ്ട് എല്ലാരെയും പിള്ളേരെല്ലാം ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എല്ലാരും അവിടെ ചെന്നു. അപ്പൊ പറഞ്ഞ് കാണാറുണ്ട് അതാ ഇതാന്നൊക്കെ പറഞ്ഞു. മമ്മൂക്കയുടെ അടുത്ത് ആദ്യമായിട്ട് അടുത്തേക്ക് ചെല്ലുമ്പോ ഉണ്ടായിരുന്ന ഫീൽ അന്നേരം ശരിയല്ല, മധുരായരുടെ ടൈം ഭയങ്കര ചെറുതല്ലേ? അങ്ങനൊന്നും ചോദിച്ചൊന്നുമില്ല. കേക്ക് സലാമൊക്കെ പറഞ്ഞിട്ട് എത്രയിലാണോ പഠിക്കുന്നത്? ഇപ്പൊ ഫസ്റ്റ് കുട്ടികളെ കണ്ടാൽ ചെയ്യുന്നത് അതിനാണ് ഏറ്റവും വലിയ എനിക്ക് റെസ്പെക്ട് ആ മനുഷ്യനോട്. കുട്ടികളെ ഫസ്റ്റ് കണ്ട അവരുടെ വിദ്യാഭ്യാസം ചോദിക്കും. അല്ലാതെ പുള്ളി നീ ഏത് പടം ചെയ്തു അല്ലെ നീ ഇപ്പൊ എന്ത് ചെയ്യുന്നു ഒന്നും പുള്ളി പഠിത്തം. പുള്ളി പറയുന്നത് പഠിക്കണം കേട്ടോ, സ്കൂളിൽ പോകുന്നുണ്ടോടാ. അപ്പോൾ ശിവാനി ഉണ്ടായിരുന്നു, ശിവാനിയോടും ചോദിച്ചു. അങ്ങനെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കണം, ഞങ്ങൾ എടുത്തു. അങ്ങനെ പോയി. പിന്നെ ഗ്രേറ്റ് ഫാദറിന്റെ ഒരു പ്രൊമോഷന് ഇവരെല്ലാരും ഉണ്ടായിരുന്നു. നമ്മുടെ ഉപ്പുമുളകും ടീം. ഗ്രേറ്റ് ഫാദർ അനിഖയുള്ള പടം. അന്നാണ് പിന്നെ കണ്ടിട്ടില്ല. ലാലേട്ടൻ കാണാനുള്ള അവസരം എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ. നമ്മുടെ ഇന്റർവ്യൂ കണ്ടിട്ട് ലാലേട്ടൻ വിളിക്കട്ടെ, മോനെ ഒന്ന് വരാൻ പറയട്ടെ. എന്തായാലും ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ. ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് ഒരു രാശിയും കൂടി പോകണം, ഒരൊറ്റ കാര്യം കൂടി ചോദിക്കാൻ. ഇപ്പോൾ നമ്മുടെ ഇതൊക്കെ ഇപ്പം നമ്മൾ എന്താ പറയുക, നമ്മുടെ സമയം കറക്റ്റായി എന്ന് പറയുന്നതാണ്. ഇപ്പം എല്ലാം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതിന് മുമ്പൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഉമ്മ ഇവിടുന്ന് ആന്ധ്രയിൽ പോകുന്നു, അവിടെ ജോലി നോക്കുന്നു, അവിടുന്ന് തിരിച്ചിങ്ങോട്ട് വരുന്നു. എങ്ങോട്ടാണ് ലൈഫ് പോകുന്നതെന്നറിയാത്തൊരു സമയമുണ്ട്. ആ ഒരു സമയം എങ്ങനെ കഴിയുന്നത് കവർ ചെയ്ത് പോരുമെന്ന് എനിക്ക് അറിയാത്തൊരു കാലഘട്ടം. അന്ന് ആരാണ് ധൈര്യം തന്നു ഉമ്മയ്ക്ക് മുമ്പോട്ട് ഇതേപോലെ പോകാൻ വേണ്ടിയിട്ട്? ശരിക്കും ആരെങ്കിലും ഒറ്റപ്പെടുത്തിയിരുന്നു ആ ടൈമിലൊക്കെ? തീർച്ചയായിട്ടും ഒറ്റപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ നമുക്ക് ആരും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഉമ്മ മാത്രമേ എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളൂ. ആരും ഇപ്പോഴും ഉമ്മ കൂടെ ഉണ്ട്. എൻ്റെ ഉമ്മ പിന്നെ എൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അന്ന് എനിക്ക് ധൈര്യം കിട്ടിയതെന്ന് പറയുന്നത് ഇവന്റെ മുഖം മാത്രമാണ്. അവിടുന്ന് അങ്ങോട്ടാണ് ഞാൻ കട കൊടുക്കാൻ തീരുമാനിക്കുന്നു. ഇവിടുന്ന് ആന്ധ്രയ്ക്ക് നേരെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ആന്ധ്രയിൽ ഗോപികൃഷ്ണ എന്ന് പറഞ്ഞ കടപ്പ സ്കൂളിലേക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി പോകുന്നുണ്ട്. പിന്നെ അവിടെ വെച്ച് ഇങ്ങനെ അസുഖങ്ങളും കാര്യങ്ങളും. അപ്പോൾ വീട് അടവ് മുടങ്ങിയല്ലോ. അടവ് മുടങ്ങിയപ്പോൾ പേപ്പർ വന്നു. അങ്ങനെ പേപ്പറുകൾ തുടർച്ചയായിട്ട് വരികയും കോള് വരികയും ചെയ്തു, ഫോൺ കോൾ വരികയും ചെയ്തപ്പോൾ ഇവനെ കൊണ്ട് നിൽക്കാനും ഇവിടെ പറ്റത്തില്ല. ഇവനെന്തും ഇതാണ് ലൂസ് മോഷനും പച്ചരിയാണല്ലോ, പച്ചരിയും കപ്പലണ്ടിയുമാണ്. അവിടുത്തെ ഒരു പായസം ഉണ്ട്, എല്ലാത്തിലും ഒരു കടല പായസം. പരിപ്പിനകത്തൊക്കെ കടലിട്ട് കൊണ്ടുവന്ന് എങ്ങനെ? ശരിക്കും ആന്ധ്രയിൽ നിന്ന് ഞങ്ങൾ തിരിച്ചു വരുമ്പോ അപ്പൊ ഞാൻ രണ്ടും കൽപ്പിച്ചെന്നാ തിരിച്ചു പോരാ, വസ്തു വീട് വിൽക്കാൻ നോക്കുവോ അല്ലെങ്കിൽ എങ്ങോട്ടെല്ലാം റെന്റിന് മാറിക്കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ജോലിക്ക് കടയിലോ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ജോലിക്ക് വേണ്ടി പ്രീഡിഗ്രി മാത്രമേ ഉള്ളൂ. പ്രീഡിഗ്രി ഡിപ്ലോമ ഉള്ളൂ, JDC മാത്രമേ ഉള്ളൂ കൈവശം. എന്തെങ്കിലും ചെയ്യാമെന്നും പറഞ്ഞ് അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച്, കാരണം കുഞ്ഞിന്റെ ജീവനല്ലേ വലുത്. അവിടെ ഒരു 3-4 മാസത്തോളം നിന്നു. അപ്പോഴും ഞാൻ ഈ സ്കൂളിൽ നിന്ന് TC വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആയി. അതുകൊണ്ട് അവിടെ കൊണ്ട് ചേർക്കാന് വലിയ ബുദ്ധിമുട്ടില്ല. അവിടെ ഈ TC ഒന്നും വേണ്ട, അവർ ചേർത്തോളൂ. അവിടെ നമ്മൾ പോയപ്പം സെൻട്രൽ സ്കൂളാ, ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ തന്നെയാണ് ഇയാളെ ചേർത്തത്. അവിടെ ഞങ്ങൾക്ക് അവിടെ ഹോസ്റ്റലും തരും, എമൗണ്ടും കിട്ടും. വലിയ തുകയൊന്നുമില്ല, ചെറിയ 10 രൂപയുള്ളൂ സാലറി. പക്ഷെ അന്ന് അതൊരു വലിയ കാര്യമാണ്. കാരണം എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് 10 രൂപ കിട്ടുന്നത്. ആ 10 എനിക്ക് 2 തവണ എന്നിട്ട് ഞാനതിന് പകുതി എടുത്ത് ലോണിന് അടയ്ക്കുന്നു. പക്ഷെ എത്ര അടച്ചാലും പലിശ പോലും ആവുന്നില്ലല്ലോ. അങ്ങനെ ഞങ്ങളവിടെ 4-ാം മാസത്തിൽ തിരിച്ച് 4-5 മാസത്തോളം നിന്നത് എനിക്ക് ഓർമ്മ. കുറെ വർഷമായില്ലേ തിരിച്ച് നാട്ടി വരുമ്പോ 5000 രൂപയും ഞാനും മോനും കൂടിയാണ് നാട്ടിലേക്ക് വരുന്നത്. അപ്പോ അൽസാബിദിനെ കണ്ട ഇപ്പം അന്ന് ഇങ്ങനെ കുണ്ടുരുളായിട്ട് വെളുത്ത് തുടുത്തു പോയൊരു മോനാണ്. ഞങ്ങള് തിരിച്ചു വരുമ്പോ ഇങ്ങനെ സ്കെൽറ്റായിട്ട് കളറൊക്കെ പോയി, നല്ല ചൂടാ അവിടെ, കറുത്തിട്ട് എന്റെ കുഞ്ഞിനെ കണ്ട തിരിച്ചറിയത്തില്ലായിരുന്നു. അങ്ങനെയാണ് ഇവിടെ വന്ന് ഇറങ്ങിയത്. അങ്ങനെയാണ് ഞങ്ങൾ നാട്ടിൽ വന്നിറങ്ങുന്നത്. അപ്പോൾ ശരിക്കും അന്ന് ഞാൻ പിടിച്ചു നിന്നത് എൻ്റെ ഉമ്മ
ഉള്ളത് ഉമ്മ ജോലി ഇവിടെ ഇപ്പോൾ ജോലിക്ക് പോയായിരുന്നു. നമ്മൾ ഈ എന്തൊരു പറഞ്ഞാലും കുഞ്ഞുങ്ങളെ നോക്കാൻ പോയി. കുഞ്ഞുങ്ങളെ നോക്കാൻ പേര് പറയാം. പ്രസവിച്ച് എൻ്റെ ഉമ്മ അങ്ങനെ പോയി. ഒരു 4 മാസത്തോളം ഉമ്മ പോയി. ആ പൈസയിലാണ് ഞങ്ങള് പിടിച്ചു തന്നത്. പോയത്. ശരി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ അപ്പോഴത്തെ നാട്ടിൽ വന്ന് കഴിഞ്ഞ് ഇവിടെ ഒരു പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ ജോലിക്ക് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പോസ്റ്റ് ഓഫീസിൽ ജോലി. പിന്നെ പതുക്കെ പതുക്കെ പിന്നെ ഈ മെഡിക്കൽ സ്റ്റോറിൽ ജോലിക്ക് പോയിക്കൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇവിടുന്നുള്ളൊരു നമ്മുടെ ഒരു ഫ്രണ്ട് വഴി ആലിസിയ ട്രൂ സ്റ്റോറി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു ഫിലിമിലേക്ക് നമ്മുടെ മേലിലെ രാജശേഖര സാറിന്റെ പെങ്ങൾ ഇവിടെ താമസം ഉണ്ടായിരുന്നു. പെങ്ങളുടെ ഒരു ഫ്രണ്ടായിരുന്നു എന്നെ ഡ്രൈവ് പഠിപ്പിക്കുന്ന ഒരു അച്ഛൻ ജോൺസൺ. അപ്പൊ ആ അച്ഛന് പറഞ്ഞു ഒരു കൊച്ചു പയ്യനെ വേണമെന്നും പറഞ്ഞായിരുന്നു പറഞ്ഞു. അങ്ങനെ വിളിച്ചിട്ട് രാഹുൽ മാധവന്റെ ചെറുപ്പം അഭിനയിക്കാൻ പോയി. അവിടെ നിന്ന് സത്യം അവന് 10,000 രൂപ കിട്ടി. ആ 10,000 രൂപ അപ്പൊ ഈ സ്കൂളിൽ 6 മാസമായിട്ട് പോയിട്ടില്ലല്ലോ. 6 മാസം ഫീസ് അവിടെ കിടക്കും. അപ്പൊ ഇവര് ടെർമിനേറ്റ് ചെയ്തിട്ടില്ല, TC വാങ്ങാത്തോണ്ട് സ്കൂളില്ല. അപ്പൊ അവിടുത്തെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന് അതൊരു വലിയ ഭാഗ്യമില്ല. അവിടുന്ന് പിന്നെയും TC വാങ്ങി ഇവിടെ കൊണ്ടുവരണ്ടേ. സ്കൂളിൽ ഇപ്പൊ ഇത്ര ദിവസം ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അവിടെ കൊണ്ടുപോയി. അപ്പൊ സ്കൂളുകാർക്ക് വിവരങ്ങളൊന്നും അറിയില്ലല്ലോ. അവര് നല്ല രീതിയിൽ ജീവിച്ചോണ്ടിരിക്കുന്നവരല്ലേ. നമ്മള് കട ഉണ്ടായിരുന്നു, അപ്പൊ ഇവിടെ ഇല്ലായിരുന്നു, ബ്രദറിന്റെ വീട്ടിലോ മറ്റോ പോയിരുന്നു, അതുകൊണ്ട് സ്കൂളിൽ വന്നില്ല എന്നുള്ള കാരണമേ പറഞ്ഞുള്ളൂ. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഈ 6 മാസത്തെ ഫീസ് ICC സ്കൂളല്ലേ, അറിയാമല്ലോ ഫീസ്. ഈ 10,000 രൂപ കൊണ്ട് ഞാൻ ഈ 1ാം ക്ലാസ്സിലെ ഫീസ് അടയ്ക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് LKG UKG മാത്രമേ ഉള്ളൂ എൻ്റെ കുഞ്ഞ്. ഞങ്ങള് പഠിപ്പിച്ചു പൈസ കൊടുത്ത്, ബാക്കിയെല്ലാം 1ാം ക്ലാസ് മുതൽ എൻ്റെ കുഞ്ഞ് അവന്റെ ഫീസിലാണ് പഠിക്കും, അവന്റെ കാശിലാണ്. അതാണ്. അപ്പോ ഒരാൾ അവനെ കുറ്റം പറയുമ്പോ എനിക്ക് ശരിക്കും തോന്നും. തീർച്ചയായിട്ടും 10-26 വയസ്സായിട്ടും തേരാപ്പാര നടക്കുന്ന മൊബൈൽ റീചാർജ് ചെയ്യാൻ സ്വന്തം ഫാദറിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചോ. പക്ഷെ വാങ്ങിയിട്ട് ഇത്രയും ഇതില് അധ്വാനത്തിൽ വന്നൊരു വ്യക്തിയെ കുറ്റം പറയുമ്പോ എനിക്ക് സഹിക്കില്ല. തീർച്ചയായിട്ടും വേറെ ആരും ഇനി എന്ത് പറഞ്ഞു തന്നാലും എനിക്കത് സഹിക്കില്ല. തീർച്ചയായിട്ടും ആ പൈസ ഞാൻ എൻ്റെ വീട്ടിലെ ചെലവിന് പോലും എടുത്തില്ല, അവന്റെ ഫീസിനാണ് ഞാൻ അടച്ചത് എന്ന് പറഞ്ഞാൽ എനിക്ക് നല്ല ഓർമ്മയാണ്. പിന്നീടാ കുട്ടിപ്പെട്ട ഇത്രയും ഇതൊക്കെ കഴിഞ്ഞു വന്നു. ഇപ്പൊ കേശുവിനെ സംബന്ധിച്ച് ചോദിക്കാണ്, അപ്പ എന്നൊരു സങ്കല്പത്തിലേക്ക് ഒന്ന് കാണണം അല്ലെ, അങ്ങനെ എന്തെങ്കിലും എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ ഒരു അപ്പയുടെ മറ്റുള്ളവരുടെ ഒരു ഇത് കാണുമ്പോൾ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇനി ലോകം ഉമ്മ തന്നെയാണ്? കാരണം അപ്പ അങ്ങനെ ഒരു കുറവ് നമുക്ക് അമ്മ വരുത്തിയിട്ടില്ല. കാര്യമില്ല. എന്തായാലും നന്നായിരിക്കട്ടെ എല്ലാം. അപ്പോൾ എന്തായാലും കേശു, ഞാൻ വീണ്ടും ഇപ്പൊ ഇത് കണ്ടോണ്ടിരിക്കുന്നവരോട് ഞാൻ ഒരു കാര്യം കൂടി പറയുന്നത്, ഞാൻ പേഴ്സണലി എനിക്കിപ്പോ ഇവിടെ വന്ന് ഇപ്പൊ എന്താ പറയാ കേശുവിനെയൊക്കെ കണ്ട് ഇപ്പൊ നേരിട്ട് ഞാൻ ഇപ്പോഴാണ് കേശുവിനെ കാണുന്നത്. നിങ്ങൾ പലരുടെയും തെറ്റിദ്ധാരണയാണ് ഈ കമന്റുകളിൽ ഇടാനുള്ള കാരണം. ഇത് സത്യം എന്ന് പറയുന്നത് കേശുവിന്റെ ആറ്റിറ്റ്യൂഡ്. ഇത് എങ്ങനെയാണ് ഇപ്പൊ എന്ത് പറയാ, എത്ര വലിയ വിഷമമുള്ള കാര്യമാണെങ്കിലും ഇവരെങ്ങനെ എടുക്കും, കൂളായിട്ട് എടുക്കുള്ളൂ. അതൊരു ജാട കാണിക്കുന്നതോ ഷോ കാണിക്കുന്നതോ ഇതൊന്നുമല്ല. അത് ഓരോരുത്തരുടെ അതാണവൻ അതങ്ങനെയാണ്. അനുഭവിച്ചു വന്നേക്കുന്ന വഴികൾ നമ്മളൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ഒരാള് ഒരു കൊച്ചനുഭവിക്കേണ്ട അനുഭവങ്ങളല്ല കേശുവിന് കിട്ടിയിട്ടുള്ളത്. നമുക്കൊക്കെ കിട്ടിയേക്കുന്ന പല സുഖങ്ങളും കിട്ടിയിട്ടില്ല. അങ്ങനെ വന്നേക്കുന്ന ഒരാളാണ്. കുട്ടിക്കലവറയിൽ പോകുമ്പോ നമ്മുടെ ജപ്തി എന്നൊക്കെയുള്ള പേപ്പർ അവൻ്റെ കയ്യിലുണ്ട്. അപ്പൊ അവനറിയാം ഇത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് നേരെ തിരിച്ച് വീട്ടിലോട്ട് ചെല്ലുമ്പോ വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ട ഒരു സാഹചര്യം പ്രോഗ്രാം കഴിയുമ്പോ. അപ്പോ അങ്ങനെ ഇരിക്കുന്ന ഒരു കുട്ടിയാണ് അവിടെ കയറി നിന്നിട്ട് അവൻ വളരെ കൂളായിട്ടാണ് അവിടെ നിന്നുകൊണ്ട് സംസാരിച്ചത്. കുട്ടിക്കലവറ കണ്ടവർക്കറിയാം. പിന്നെ അപ്പൊ അവന്റെ ഉള്ളിൽ അത്രയും വിഷമം ഉണ്ടായിട്ടും അന്ന് മുതലേ അവൻ അതിനെല്ലാം ഫേസ് ചെയ്ത് അവൻ അതിജീവിച്ചു. അതായത് അവൻ എന്നിലുള്ളൊരു വിശ്വാസമാകാം, എന്നെ സംരക്ഷിക്കും, അല്ലെ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിക്കും എന്നുള്ളൊരു അവന്റെ വിശ്വാസമാകാം അത്. കേശു, ഒറ്റ കാര്യം കൂടി, എന്താണ് കേശുവിന്റെ ഇനി ജീവിത ലക്ഷ്യം? ഇനി മുമ്പോട്ട് എന്താണ് പ്ലാൻ? എന്താണ് കേശുവിന്റെ ഫ്യൂച്ചർ പ്ലാൻ? ഫ്യൂച്ചർ പ്ലാൻ അതെ സത്യസന്ധമേ പറയും. അഭിനയം നമുക്ക് ഇഷ്ടമുള്ളൊരു കരിയർ തന്നെയാണ്, നമ്മുടെ പാഷനാണ്. അതേപോലെ തന്നെ നമ്മൾ പഠിച്ചെന്തെങ്കിലും ആണോ നമുക്കൊരു ഇത് കാണുമല്ലോ. ഇപ്പൊ സൈഡിൽ കൂടി വിദ്യാഭ്യാസം കൊണ്ടുപോകണം. പിന്നെ UPSC ഒരു ആഗ്രഹമുള്ളതാണ്. അപ്പോൾ അതായിട്ടൊക്കെ മുമ്പോട്ട് പോവാ. വലിയൊരു നടനാവണം, ഒരു ജോലി എല്ലാം ഉണ്ടാവണം. ഇത് രണ്ടുമാണ് അയാളുടെ
മമ്മൂക്കാനൊക്കെ പോലെ അഡ്വക്കേറ്റുമാണ്, സിനിമ നടനുമാണ്, അങ്ങനെയൊക്കെ പറയുന്നതല്ല അല്ലേ? ആവട്ടെ. അതായത് വിദ്യാഭ്യാസത്തെയാണ് കളയാൻ ഒരുക്കുമല്ല, അതിന്റെ പേരില് ആക്ടിങ് ഉപേക്ഷിക്കാനും തയ്യാറാണ്. കാരണം നമ്മളിപ്പോ ഒരാളോടൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോഴായാലും അവരത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു പ്രോപ്പർ ഡിഗ്രി ഉണ്ടെങ്കിൽ അവര് നമ്മൾ പറയുന്ന കാര്യം വിലക്കെടുക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോ അവനെന്തറിയാവുന്ന എന്തിനാ കേസ് 10 വർഷം. ഞാൻ അവനോട് പറയാറുണ്ട്, നമ്മുടെ അഭിനയ ജീവിതം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല, നമുക്കൊരു പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ചിലപ്പോൾ പോവാം, ചിലപ്പം നിൽക്കാം, കുറച്ചു കാലം കഴിയുമ്പം ഇപ്പൊ നമുക്ക് പല ആർട്ടിസ്റ്റുകളും കത്തിയുന്നവരിപ്പോ ഇല്ല, പുതിയ ആൾക്കാർ വന്ന് കയറുന്നുണ്ട് അല്ലെ. നമ്മൾ ആരെ നോക്കിയാലും ഇപ്പൊ ആർട്ടിസ്റ്റാണ്. നാളെ ഒരു സമയത്ത് ഇന്ന് എനിക്കുണ്ടായ എന്റെ നമ്മുടെ സ്റ്റാർട്ടിങ് കാലഘട്ടത്തിൽ ഉണ്ടായത് ഇനി എന്റെ മകന്റെ ജീവിതത്തിൽ വരരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായി. ആ ഒരു സ്റ്റേജ് ഇനി ഫേസ് ചെയ്യരുത്. അപ്പോൾ അതിന് നിനക്ക് പ്രോപ്പറായിട്ടൊരു ജോബ് വേണം. ഒരു ജോബ് ഉണ്ടെങ്കിൽ ഒരു പെർമനന്റ് ഇൻകം ആണ്. ഒന്നും വേണ്ട, ഇപ്പം ഒരു വീടായി, ഒരു വണ്ടിയായി, അത്യാവശ്യം ജീവിത സാഹചര്യങ്ങളായി, ഒരു ജോബ് ഉണ്ടെങ്കിൽ ഒരു വിവാഹം കഴിച്ചു അല്ലെ ഒരു ഫാമിലിയായി പോകാം. ഇപ്പൊ ഒരു വർക്ക് വന്നില്ലെങ്കിലും നിനക്ക് മുന്നോട്ട് പോകാം. ആരുടെയും ഒരു എന്താ പറയുക, ആരുടെ മുൻപിൽ പോയി കൈ നീട്ടേണ്ടെന്ന ഒരു അവസ്ഥ വരരുത്, ഉണ്ടാവരുത്. ഓക്കെ. എന്തായാലും ഞാൻ അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. കാരണം കേശുവിനെ എല്ലാം മലയാളികൾ ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാവരും നമ്മുടെ വീട്ടിലൊരു അംഗമായിട്ട് തന്നെ കാണുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഇനിയും പോട്ടെ. എന്തായാലും ഇതൊരു വലിയൊരു സ്റ്റോറി തന്നെയാണ്. കേശുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. ഇപ്പം എല്ലാവർക്കും കുറേ കഥകളൊക്കെ അറിയാം. അപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, കമൻറ്റ് ഇടുന്നവരോട് തന്നെ ഞാൻ പറയുന്നത്, ദയവ് ചെയ്ത് ആളറിഞ്ഞ് എന്താണെന്ന് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളിത് ചെയ്യില്ല. ഞാൻ ഇനി ഉറപ്പ് പറയുന്നു, ഇദ്ദേഹത്തിനൊക്കെ നേരിട്ടൊന്ന് കണ്ട് സംസാരിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ആരാണ് എന്താന്നൊക്കെ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം. ഇന്ന് എക്സാം ആയിട്ടും കൂടി നമ്മുടെ കൂടെ നിന്ന് ഇരുന്നതിന് അതിനുള്ള തെറിയും കൂടി ഞാൻ കേൾക്കും. എന്നിട്ടാണ് നീ അവിടെ ഇരിക്കണമെന്ന് ചോദിക്കും. അതെ, ഇന്ന് എക്സാമിന് എന്തെങ്കിലും കുഴപ്പമില്ല പറയാം. അതന്ന് അമ്മമാര് വന്നിട്ട് ഇന്റർവ്യൂ ചെയ്തതിന്റെ സമയം കളഞ്ഞു. അതെ, നമ്മൾ ഈ ഫൈനൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണല്ലോ മോഡൽ. അതെ. അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി എല്ലാവരോടും ഒരുപാട് താങ്ക്സ് പറയുന്നു. ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. എന്തായാലും താങ്ക് യു. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.